ഇവിടെ ഒരു നഗരം മുഴുവൻ സോംബികളായി മാറിയിരുന്നു. എന്നാൽ അലക്സ് ഒരു സോംബിയല്ലാത്തതിനാൽ അവർക്കിടയിൽ ഒളിച്ചു മുന്നോട്ട് നീങ്ങുകയായിരുന്നു. പെട്ടെന്നൊരു കാറെത്തി. അതിൽ നിന്ന് കുറച്ച് ചെറുപ്പക്കാർ പുറത്തിറങ്ങി. ഈ ചെറുപ്പക്കാർ എല്ലാ ദിവസവും സോംബികളെ കൊന്ന് രസിക്കാൻ വരുന്നവരായിരുന്നു. ചെറുപ്പക്കാർ നിർത്താതെ സോംബികളെ കൊല്ലുന്നത് കണ്ടപ്പോൾ തന്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുമോയെന്ന് അലക്സ് ഭയന്നു. അവന് ദേഷ്യം തോന്നി, പക്ഷേ നിശബ്ദനായി നിന്നു. അപ്പോഴാണ് ഒരാൾ തോക്കിൽ നിറയ്ക്കാൻ ശ്രമിച്ചത്. എന്നാൽ തിടുക്കത്തിൽ വെടിയുണ്ടകളെല്ലാം താഴെ വീണു. അതിനിടെ സോംബികൾ അവനെ ആക്രമിച്ചു. തങ്ങളുടെ സുഹൃത്തിനെ കൊല്ലുന്നത് കണ്ടപ്പോൾ മറ്റുള്ളവർ രക്ഷപ്പെട്ടു. സോംബികളുടെ കൂട്ടം മുന്നോട്ട് നീങ്ങി. പക്ഷേ അലക്സ് പിന്നിൽ തന്നെ നിന്നു. തന്നെ ഒരാൾ ഉയരത്തിൽ നിന്ന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. ആ വ്യക്തി അവനെ രക്ഷിക്കാതെ സ്ഥലം വിട്ടു. അലക്സിന് രക്ഷപ്പെടുമെന്ന പ്രതീക്ഷ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. അപ്പോഴാണ് മഴ പെയ്തത്. അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. അവൻ എഴുന്നേറ്റ് ഒരു മെഡിക്കൽ സെന്ററിലെത്തി. പക്ഷേ മരുന്നുകളെല്ലാം തീർന്നിരുന്നു. അവൻ മുറിവേറ്റ കാലിൽ ടേപ്പ് ചുറ്റാൻ തുടങ്ങി. അപ്പോഴാണ് തോക്കുമായി 3 പേർ അകത്തേക്ക് കയറി വന്നത്. തനിക്ക് സോംബി വൈറസ് ബാധിച്ചിട്ടില്ലെന്നും ഒരു നായ കടിച്ചതാണെന്നും അലക്സ് അവരോട് പറഞ്ഞു. ഒരു ഡോക്ടർ അവന് പേവിഷത്തിനുള്ള കുത്തിവെപ്പ് നൽകുകയും കുറച്ചു ദിവസത്തേക്ക് അവരോടൊപ്പം നിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അലക്സ് കണ്ടു, കുറച്ചുപേർ ഇപ്പോഴും ജീവനോടെയുണ്ട്. കുറഞ്ഞപക്ഷം ചിലരെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് അവന് ആശ്വാസം തോന്നി. എന്നാൽ അടുത്ത ദിവസം രാവിലെ അലക്സിന് എന്തോ വല്ലാത്തൊരു മാറ്റം അനുഭവപ്പെട്ടു. അന്തരീക്ഷം മുഴുവൻ നിശബ്ദമായിരുന്നു. അവൻ പുറത്തിറങ്ങിയപ്പോൾ ആരുമുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് തന്റെ അച്ഛനെ വിളിക്കുന്നത് അവൻ കണ്ടത്. അലക്സ് മുകളിലേക്ക് നോക്കി. ആളുകളെല്ലാം ഒരുമിച്ചുകൂടി ഒരാൾക്ക് കെട്ടിപ്പിടിച്ച് വിടവാങ്ങൽ നൽകുന്നത് കണ്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. എന്നിട്ട് ആ മനുഷ്യൻ നിശബ്ദമായി സോംബികളുടെ അടുത്തേക്ക് നടന്നു. ഈ ആളുകൾ ഓരോ ദിവസവും ജീവനോടെ ഇരിക്കാൻ ഒരാളെ ബലി കൊടുക്കുകയാണെന്ന് അവൻ മനസ്സിലാക്കി. കുറച്ചു കഴിഞ്ഞ് ഒന്നും സംഭവിക്കാത്തതുപോലെ എല്ലാവരും അവരവരുടെ ജോലികളിലേക്ക് തിരികെ പോയി.